എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മൾ ഈ ക്രിസ്മസ് കാലത്ത് വളരെ മനോഹരമായിട്ടുള്ള പുൽക്കൂടുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ അതിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പുൽക്കൂടുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ചാലക്കുടിയിലെ ഏറ്റവും നല്ല പുൽക്കൂടുകൾ കാണണമെങ്കിൽ നമ്മൾ കിഴക്കൻ മേഖലയിലേക്ക് പോരണം. കോടശ്ശേരി, പുളിങ്കര, കൊടുങ്ങ ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് നല്ല പുൽക്കൂടുകളൊക്കെ കാണാൻ സാധിക്കുള്ളൂ. മാളയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തവണ. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പുൽക്കൂട് ജനിക്കുന്നതാണ് പറയുക ക്രിസ്മസിലല്ല. അങ്ങനെ ചില പുൽക്കൂടുകൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ക്രിസ്മസ് ജനിക്കും. അങ്ങനെ ഒരു പുൽക്കൂട് ഞാൻ കണ്ടു. ഞാൻ നിൽക്കുന്നത് മാരാങ്കോട് സെൻറ് ജോസഫ് ഇടവക ദേവാലയത്തിലാണ്. ഈ ദേവാലയത്തിൻ്റെ എൻ്റെ തൊട്ടടുത്ത് കണ്ട ഒരു പ്രകാശം ഉദിച്ച് നിൽക്കുന്ന ഒരു സംഭവം കണ്ട നിങ്ങൾ. ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000-ഓളം പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് 5000-ഓളം പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ഒരു പുൽക്കൂട് ഉണ്ടാക്കിയേക്കാണ്. അത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുപ്പികൾ ഇങ്ങനെ മെത്തയായിട്ട് വെച്ചേക്കാണ്. അതിലാണ് ഉണ്ണിയേശുവിനൊക്കെ എടുത്തിട്ടുള്ളത്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് വെച്ചാൽ നമ്മൾ പാഴ്വസ്തായിട്ട് കളയുന്ന കുപ്പികൾ, ആ കുപ്പികൾ ശേഖരിച്ചുകൊണ്ടാണ് മാരാങ്കോട് സെൻറ് ജോസഫ് ഇടവക ദേവാലയത്തിലെ മതബോധന യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതബോധനത്തിലെ കുട്ടികൾ, അധ്യാപകർ, അതോടൊപ്പം തന്നെ PTA, മാതാപിതാക്കൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഏകദേശം 2 ആഴ്ചത്തോളം എടുത്തു ഈ എന്താ പറയുക കുപ്പി പുൽക്കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഒരു ആശയം നിങ്ങൾക്ക് അറിയാലോ. പുൽക്കൂട് എന്ന് പറയുന്നത് ഏറ്റവും ലാളിത്യത്തിൻ്റെ പ്രതീകമാണ്. ഈ മാരാങ്കോട് ഇടവക ദേവാലയത്തിൽ ചെയ്തിട്ടുള്ളത് ഇതേ ആശയം ഒറ്റ നോട്ടത്തിൽ നമുക്ക് ദൃശ്യമാണ്. ക്രിസ്മസിന്റെ ആശയം ഹൃദയത്തിൽ ജനിപ്പിക്കാവുന്ന മാരാങ്കോട് ഇടവക ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഈ പുൽക്കൂട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്മസ് ജനിക്കുകയായി, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പുൽക്കൂട് ജനിക്കുകയായി. കാരണം ഇത്ര വെറൈറ്റി ആയിട്ടുള്ള ഒരു ആശയം ഈ ചാലക്കുടി പ്രദേശങ്ങളിൽ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഒരുപാട് പുൽക്കൂടുകൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് പുൽക്കൂടുകൾക്കിടയിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആശയം, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഐഡിയ ക്രിസ്മസ് കാലത്ത് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വെറൈറ്റി ആശയങ്ങൾ. കഴിഞ്ഞ നാളെ കോട്ടപ്പള്ളിയിൽ ഇതുപോലെ ഒരു ക്രിസ്മസ് ശില്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിസ്മസ് ശില്പം ക്രിസ്മസ് പുൽക്കൂട് ശില്പം ഒറ്റ ഫ്രെയിമിൽ കാണാവുന്നത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അതിനേക്കാൾ ഒക്കെ വളരെ ഉള്ളിലൊരു ആശയം ജനിപ്പിക്കുന്ന, ക്രിസ്മസിനെ ഏറ്റവും കൂടുതൽ ഉള്ളിൽ ഹൃദയങ്ങളിൽ ജനിപ്പിക്കുന്ന മനോഹരമായൊരു പുൽക്കൂടാണ് മാരാങ്കോട് സെൻറ് ജോസഫ് ഇടവക ദേവാലയത്തിലെ ഈ അങ്കണത്തിൽ ചെയ്തിട്ടുള്ളത്. ബാക്കി വിശേഷങ്ങൾ ഇതിൻ്റെ PTA ഭാരവാഹികൾ, മതബോധന അധ്യാപകർ, കുട്ടികൾ, ഇവരെല്ലാവരും ഒരു ഒത്തുചേരലിലൂടെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അധ്യാപകർ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാം. എങ്ങനെയാണ് ഈ പുൽക്കൂടിൻ്റെ, ഈ കുപ്പി പുൽക്കൂട് ഇതെങ്ങനെ ഇവിടെ പിറന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് ചോദിച്ചറിയാം. നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഇവിടുത്തെ വേദപാഠ PTA, അതുപോലെ തന്നെ അധ്യാപകർ, മതബോധന വിദ്യാർത്ഥികൾ, അവർ ഈ ഒരു ആശയത്തെ, അതായത് പാഴ്വസ്തുക്കളിൽ നിന്ന് ഉപയോഗമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളൊരു ആശയമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ആശയം കൊടുത്തപ്പോൾ അവർ കുപ്പികൾ സമാഹരിച്ച് തരാമെന്ന്, വീടുകളിലുള്ള കുപ്പികളൊക്കെ സമാഹരിച്ച് തരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അധ്യാപകരും PTA അംഗങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അതിന് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ കുട്ടികളിലേക്ക് ഈ ഒരു ആശയം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുൽക്കൂട് ഇങ്ങനെ തയ്യാറാക്കിയത്. ഏതാണ്ട് 5000-ലധികം കുപ്പികളാണ്, 1 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയും കുപ്പികൾ ശേഖരിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടായിരുന്നു കുട്ടികളിൽ നിന്ന് മാത്രമല്ല, മറ്റ് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും, കാറ്ററിംഗുകാരുടെ കയ്യിൽ നിന്നും, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മളത് സമാഹരിച്ചെടുത്തത്. അത്രയും കുപ്പികൾ ശേഖരിച്ച് അത് വൃത്തിയാക്കി ഇതുപോലെ നമ്മൾ കോർത്ത് ഒരു പുൽക്കൂട് എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പം അതിന് അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളും ഒപ്പം പൂർണ്ണ പിന്തുണയോടുകൂടി ഒപ്പം ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഭാഗത്തു നിന്നും ആ ദിവസം 2 ദിവസങ്ങൾ, 23-24 ദിവസങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും ഇതിൻ്റെ പിന്നാലെ എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളുടെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണയും ഞങ്ങൾക്കുണ്ടായിരുന്നു. മുമ്പ് ഒരു സ്ഥലത്ത് ഞങ്ങളൊരു ഇത് ഇൻസ്റ്റഗ്രാമിലൊരു പേജിൽ കണ്ടിരുന്നു. തിരുവനന്തപുരം ഭാഗത്തൊരു സ്ഥലത്ത് ഇതേപോലെ ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രചോദനം വരികയാണ് ചെയ്തത്. നമുക്ക് നമ്മുടെ ഇടയിൽ എന്താ ചെയ്താൽ കുഴപ്പം അങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോഴേ നമ്മുടെ ഒരു ടെൻഷൻ ഉണ്ടായത് ഇത്രയും കുപ്പികൾ കിട്ടുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇഷ്ടംപോലെ കുപ്പികൾ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഇഷ്ടംപോലെ ബാക്കിയിട്ട് കുപ്പികൾ. ഈ ക്രിസ്മസ് പ്രമാണിച്ച് സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ തന്നെ മുന്നോട്ട് വെച്ചൊരു ആശയമാണിത്. ഇത് വളരെ സമൂഹകരമായിരുന്നു. ഞങ്ങൾ ആദ്യമൊക്കെ ഒന്ന് പകച്ചു, ഇതെങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. കാരണം കുപ്പികൾ കളക്ട് ചെയ്യണം, അത് കഴുകി വൃത്തിയാക്കണം, അതിങ്ങനെ നൂലിൽ കോർക്കണം, കെട്ടി ശരിയാക്കണം. അപ്പോൾ വലിയൊരു പണിയായിരുന്നു. അപ്പോൾ PTA വളരെ ശക്തമായിട്ട് സപ്പോർട്ടായിട്ട് വന്നു, കുട്ടികൾ സപ്പോർട്ടായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഉപയോഗിച്ച് ദൂരെ എറിഞ്ഞു കളയുന്ന കുപ്പികളെടുത്ത് പറക്കിയെടുത്ത് അതിനെ ഉപയോഗപ്രദമാക്കി എടുക്കാനായിട്ട് കൊച്ചുകുട്ടികൾക്ക് ഇനി വേസ്റ്റൊന്നും എറിഞ്ഞു കളയരുത്, അവർക്ക് ഉപയോഗപ്രദമാകും എന്ന രീതിയിൽ സമാഹരിക്കണം എന്നുള്ളൊരു ബോധ്യം കൊടുക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് ഇനിഷ്യേറ്റ് എടുത്ത് ചെയ്യിപ്പിച്ച ഒരു പ്രോഗ്രാമാണിത്. പള്ളിയുടെ ഒരു കൂട്ടായ്മ ആ കുപ്പികളെ പോലെ അടുത്തിരിക്കുന്നത് പോലെ ആയിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം. കഴിഞ്ഞ പുൽക്കൂടിനേക്കാളും മികച്ചതായി ഇത്. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പള്ളിയിൽ ചെയ്യുന്നത്. അച്ഛൻ്റെ ഐഡിയ തന്നു, പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്തു. PTയും പിന്നെ ഇവിടുത്തെ യൂത്താണ് ഇതിന്റെ മെയിൻ ഞങ്ങൾക്ക് ഇത് സഹായത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഈ കുപ്പികൾ കൊണ്ടുള്ള പുൽക്കൂട് കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് ഈ നടന്ന് കാണാവുന്ന പുൽക്കൂട്. മാരാങ്കോട് പള്ളിയിൽ 2025 ഇടവക ജനതയ്ക്കും പുറത്തുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുള്ള വലിയ
മനോഹരമായിട്ടുള്ള ക്രിസ്മസ് ന്യൂ ഇയർ കാഴ്ച തന്നെയാണ് ഈ രണ്ട് പുൽക്കൂടുകളും.